അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, അതിനുശേഷം എറണാകുളത്തുണ്ടായിരുന്നു, പത്തനംതിട്ടയിലുണ്ടായിരുന്നു, പാലക്കാട്. പക്ഷേ അപ്പോഴൊന്നും രാഹുൽ അറിഞ്ഞില്ല കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായി നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യം. ഒരു വിധത്തിലുള്ള സംശയത്തിനും ഇട നൽകാതെ പഴുതടച്ചുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രിയിലെ ആ നിർണായക നീക്കമെന്ന് പറയുന്നത് 2 പേർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു, രാഹുലിന്റെ സ്റ്റാഫായ 2 പേരുണ്ടായിരുന്നു. ആ 2 പേരും ഈ KPM ഹോട്ടലിൽ നിന്ന് മടങ്ങി എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ. ആ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പിന്നീട് ഇവർ പോയി എന്ന് ഉറപ്പിച്ച ശേഷം അവിടേക്ക് എത്തുകയും രാഹുലിനോട് കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് രാഹുലിന്റെ പ്രതികരണം തനിക്ക് അഭിഭാഷകനോട് സംസാരിക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല രാഹുലിന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രതിരോധം തീർക്കുകയാണ്. തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, എന്താണ് തന്റെ പേരിലുള്ള കുറ്റം? കൃത്യമായിട്ട് മേൽ സഹിതം വിവരങ്ങൾ സഹിതം ഇതാണ് നിങ്ങൾക്ക് പേരിലുള്ള കുറ്റം, നിങ്ങളെ അറസ്റ്റ് ചെയ്തേ മതിയാവും. രാഹുൽ വിചാരിച്ചത് കസ്റ്റഡിയിലെടുക്കാൻ വന്നത് ഒന്നാമത്തെ കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന കേസിലോ അല്ലെങ്കിൽ കോടതി ജാമ്യം കൊടുത്ത 2ാമത്തെ കേസിലോ ആണ് എന്നാണ് രാഹുൽ കരുതിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് 3ാമത്തെ കേസ് തെളിവുകൾ നിരത്തി ഇതാണ് കാര്യം, അപ്പോൾ താങ്കൾ കൂടെ വന്നേ മതിയാകൂ എന്ന് പറയുകയും രാഹുലിനോട് നിന്നും കൊണ്ടുവരികയും ചെയ്തു. അതുമാത്രമല്ല, അത് ഈ വിവരം പുറത്തേക്ക് പോകാതിരിക്കാൻ, രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു പുറത്തേക്ക് കൊണ്ടുപോകും വരെ ആ വിവരം പുറത്തു പോകാതിരിക്കാൻ ആദ്യമേ തന്നെ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റുകളുടെ അടക്കം ആ ഹോട്ടലിലെ ജീവനക്കാരുടെ അടക്കം ഫോണുകൾ വാങ്ങിവെച്ചു. ആ ഹോട്ടലുമായി രാഹുലിന് വ്യക്തിപരമായി നല്ല അടുപ്പമുള്ള ഒരു ഹോട്ടലാണ്. ഈ രാഹുലിന് പെട്ടിയടക്കമുള്ള കേസ്, പഴയ തെരഞ്ഞെടുപ്പ് സമയത്തെ പെട്ടിയുടെ കേസ് അടക്കമുള്ള ആ ഹോട്ടലിലാണ് രാഹുൽ എപ്പോൾ വന്നാലും അവിടെ താമസിക്കുന്നത്. 2002 എന്ന് പറയുന്ന മുറി രാഹുലിന്റെ സ്വന്തം മുറിയാണെന്നാണ് പറയപ്പെടുന്നത്. ആ മുറി സീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല തന്റെ പിന്നിൽ ഇങ്ങനെ പോലീസ് ഉണ്ട് എന്നുള്ളത്. രാഹുൽ കരുതിയിരുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിലൊക്കെ ഒരു തട്ടിക്കൂട്ടി അങ്ങ് പോകാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യമല്ല ഉണ്ടായത്. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്താണ് എന്ന് കൃത്യമായ തെളിവ് കിട്ടി. ഒരു കാരണം തിരുവനന്തപുരത്തെ പോലീസുകാരെ അറിയിച്ചില്ല, പത്തനംതിട്ടയിലെ പോലീസുകാരെ അറിയിച്ചില്ല. അവർ അറിയിച്ചത് ഷൊർണൂർ DYSP ആയിട്ടുള്ള വ്യക്തിയെ മാത്രമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമിനെ ഫോം ചെയ്തു. ഒരു കാരണവശാലും 5-അംഗ ടീമാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ടീമിനെ ഫോം ചെയ്ത് അവരാണ് കൃത്യമായ കാര്യങ്ങൾ നോക്കി. കഴിഞ്ഞ തവണ രാഹുൽ ഈ ആദ്യ കേസിന് ശേഷം മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ച ശേഷം കണ്ണാടി എന്ന് പറയുന്ന പാലക്കാടത്തെ ഒരു ഗ്രാമത്തിൽ എല്ലാവരുടെയും മുന്നിലുണ്ടായിരുന്ന രാഹുൽ അങ്ങ് അപ്രത്യക്ഷമാകുകയാണ്. പിന്നീട് രാഹുലിനെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് ഈ കോടതിയിൽ നിന്നും തീരുമാനം വന്നതിന് ശേഷം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി എത്തിയ രാഹുലിനെ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കേരള പോലീസ് എവിടെയായിരുന്നു? കേരള പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരള പോലീസിനെ ചെറുതായിട്ട് കാണണ്ട എന്നുള്ളതാണ് MLA ആയിട്ടുള്ള രാഹുലിനോട് പറയാനുള്ള കാര്യം. കേരള പോലീസ് ആദ്യം ഒരു തവണ പാളിച്ച പറ്റി. പക്ഷേ പിന്നീട് ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് പരാതി കൃത്യമാണ്, തെളിവ് കൃത്യമാണ്, കൃത്യമായി പൂട്ടും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി അവർ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ IG ആയിട്ടുള്ള DIG പൂങ്കുഴലി ആയാലും മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥരായാലും അവർക്കൊക്കെ തന്നെ ഒരു എന്താ പറയുക അഭിനന്ദനം അറിയിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കൃത്യമായ തെളിവ് ഇന്നത്തെ വൈദ്യപരിശോധന കാര്യം എടുത്തു പറയേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള പരിശോധനകളും, അതായത് പൊട്ടൻഷ്യൽ ടെസ്റ്റ് അടക്കമുള്ള ലൈംഗികശേഷി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അഭിഭാഷകൻ വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ പോലും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുമായിട്ടാണ് പോലീസ് ഇപ്പോൾ ജഡ്ജിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ പഴുതുകളും അടയ്ക്കുകയാണ്. അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ മുതൽ, നേരത്തെ കണ്ണം പറഞ്ഞതുപോലെ ഈ പറയുന്ന തിരുവനന്തപുരത്തെയോ പത്തനംതിട്ടയിലെയോ പാലക്കാട് ടൗണിലെയോ ഒന്നും പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താതെ ഒരു സംഘം രൂപീകരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് സഹായം, ഒരുപക്ഷെ അവിടുത്തെ ഈ ലോക്കൽ പോലീസിന്റെ സഹായമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു വിധത്തിലും ഈ വിവരം ചോരരുത്. കഴിഞ്ഞ തവണ പോലീസിൽ നിന്നാണോ രാഹുലിനെ പോലീസ് നിരീക്ഷിക്കുന്ന വിവരം, അല്ലെങ്കിൽ രാഹുൽ കോയമ്പത്തൂരുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന വാർത്ത പുറത്തു വന്ന് പിന്നീട് പോലീസ് അറിയുന്നത് ബാംഗ്ലൂരാണെന്ന് പറയുന്നു, ഹൈദരാബാദാണ്, പല സ്ഥലങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് പോലീസിന്റെ നീക്കങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പോലീസിൽ നിന്നും ചോരുന്നുണ്ടോ എന്നൊരു ഒരു സംശയം ആ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഇട നൽകാത്ത വിധം എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കം ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയുടെ കാര്യം രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ മാത്രമാണ് പുറലോകം അറിയുന്നത്. മാത്രമല്ല രാഹുൽ പോലും അറിയുന്നത്. അത് മാത്രമല്ല, കസ്റ്റഡിയിൽ എടുത്തപ്പോഴല്ല, അതായത് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 2:30-3 മണിയോട് കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. പത്തനംതിട്ടയിലേക്കാണോ അതോ ട്രിവാൻഡ്രത്തേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് പോലും ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. 4:20 പത്തനംതിട്ട ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് രാഹുൽ ഇവിടെ എത്തിയെന്നുള്ള കാര്യം. അതോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അതായത് എല്ലാ തെളിവുകളും കൃത്യമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട്, രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി പൂട്ടണം എന്ന് തീരുമാനിച്ചു. കേരള പോലീസ് രാഹുലിനെ പൂട്ടി. ഈ കാണാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ സാധാരണ നിലയിൽ വൈദ്യപരിശോധനയൊക്കെ നടക്കുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് വേണ്ടി വരിക. പക്ഷേ ഇന്നിപ്പോൾ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് കയറ്റി 1.5 മണിക്കൂർ സമയം ആശുപത്രിയിൽ ഇങ്ങനെ തുടരേണ്ടി വന്നു. അതിന് കാരണം എന്താണ്? നേരത്തെ കണ്ണൻ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ ടെസ്റ്റ് അടക്കമുള്ളവ, ലൈംഗികശേഷി പരിശോധന അടക്കം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെടുത്ത സമയമായിരിക്കുമല്ലോ. അതിനടുത്ത സമയമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അമല്. പക്ഷേ നമ്മൾ കണ്ടതല്ല, അവിടുത്തെ ഒരു പ്രതീക്ഷ